എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കീ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോ നമ്മള് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയെ സംബന്ധിച്ച്. നമുക്കറിയാം, നമുക്ക് ഡിസംബർ അവസാനമാണ് നോട്ടിഫിക്കേഷൻ, ജനുവരി എന്ന് പറയാം. ജനുവരി നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ കൂടെ തന്നെ കൺഫർമേഷനും വന്നു, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോ കൺഫർമേഷനും വന്നു, വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ വന്നു. മെയ് 10 എക്സാം ഡേറ്റും വന്നു. അപ്പൊ നമുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തന്നെ വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ കിട്ടിയതെന്നുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഈ ഉള്ള സമയം കൊണ്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്തു? മാക്സിമം നമ്മൾ വർക്ക് ചെയ്തു, നമ്മൾ നന്നായിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ എക്സാം ഹാളിലോട്ട് പോയി, പരീക്ഷ എഴുതി തിരിച്ചു വന്ന് ഇപ്പൊ നമ്മൾ നമ്മുടെ വീടുകളിലുണ്ട്. ഇപ്പൊ കുറെ അധികം ആളുകൾക്ക് എന്തുണ്ട്, ഒരു കട്ട് ഓഫ് മാർക്കിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത്, ഇനി ഞാൻ പഠിക്കണോ, ഈ കട്ട് ഓഫിനകത്ത് കാണുമോ ഞാൻ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്, പല സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയുമായിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയ ചോദ്യ പേപ്പറുകളായിരുന്നു. അപ്പൊ മാസ്റ്റർ കീ അക്കാദമി നിങ്ങളിലേക്ക് മാക്സിമം ക്ലാസ്സുകൾ നമ്മുടെ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ യൂട്യൂബിലൂടെ എത്തിച്ചിട്ടുണ്ട്. മാക്സിമം നിലവാരം പുലർത്തിയ ആ ഒരു മേഖലയിൽ അത് നമ്മുടെ മെഗാ മാരത്തോണിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ അതേപടി വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോ അത്യാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത ആളുകൾക്ക് അറിയാം. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ക്ലാസ്സുകളിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ, നമ്മുടെ ബാച്ചുകളിൽ പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ ഫീഡ്ബാക്ക് പറഞ്ഞാൽ പല ക്ലാസ്സുകളിലും 10-ൽ താഴെയായിരുന്നു സ്ട്രെങ്ത്. 20 പേരുള്ള ഒരു ഹാളിൽ 10 പേരാണ് പരീക്ഷയ്ക്കൊക്കെ വന്നത്. അപ്പൊ നമുക്കറിയാം, അറ്റൻഡൻസ് വളരെ കുറവാണ് ഈ പരീക്ഷയ്ക്ക്. ഒരുപാട് പേര് ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് കേട്ട്, ഗസറ്റഡ് പോസ്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ട് അപ്ലൈ ചെയ്ത ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷെ അപ്ലൈ ചെയ്തതേ ഉള്ളൂ, പഠിച്ചില്ല, പ്രിപ്പയർ ചെയ്തില്ല, പരീക്ഷയ്ക്കും വരാത്തവരാ കൂടുതൽ പേരും. ചില ക്ലാസ്സുകളിലൊക്കെ 6 പേരൊക്കെ ഉള്ള ക്ലാസ് ഉണ്ടായിരുന്നു, 6 പേരൊക്കെ ഉള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ക്ലാസ് റൂമുകൾ ഉണ്ടായിരുന്നു. അപ്പൊ പല ക്ലാസ് റൂമുകളിലും 50% താഴെയാണ് നമ്മുടെ ആ ഒരു അറ്റൻഡൻസ് ലെവൽ വന്നത്. അപ്പൊ നമുക്കറിയാം, 2,40,000-ലധികം ആളുകളാണ് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോ അതിലൊരു പകുതിയിൽ താഴെ, 1,00,000 ആളുകളിൽ താഴെ ആളുകൾ മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അപ്പൊ അതിൽ തന്നെ എത്ര പേര് പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ നമുക്കറിയാം, ഒരു കട്ട് ഓഫ് ലെവലും ഈ ഒരു പരീക്ഷയുടെ ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പരീക്ഷ ആപ്ലിക്കേഷൻ 2,40,000, 2,37,000 ആയിരുന്നുവെങ്കിൽ പരീക്ഷ എഴുതാൻ വന്നവരുടെ എണ്ണം 1,00,000-ൽ താഴെയായിരുന്നു. അപ്പോ അപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യന്റെ നിലവാരം വളരെ നല്ല നിലവാരം പുലർത്തിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത്യാവശ്യം കട്ട് ഓഫിന്റെ നില കഴിഞ്ഞ തവണത്തെ ഡിഗ്രി പ്രിലിംസുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസിലായിരുന്നത് കൊണ്ടാണ് 57 ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വന്നത്. അത് ഇത്തവണത്തെ പരീക്ഷയിൽ ഒരിക്കലും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ആ റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരത്തില്ല. കാരണം അന്നത്തെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസും ഈ ഒരു സിലബസും തമ്മിൽ അജഗജാന്തരമുള്ള വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആ റേഞ്ചിലോട്ടൊന്നും കട്ട് ഓഫ് പോകത്തില്ല. 50-ന് മുകളിലോട്ട് എന്തായാലും വരത്തില്ല എന്നുള്ള കാര്യം 100% അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു കട്ട് ഓഫ് റേറ്റ് പറയുവാണെങ്കിൽ നമുക്കൊരു 36-നും ഒരു 42-നും ഒക്കെ ഇടയ്ക്ക് ആ റേഞ്ചിൽ കട്ട് ഓഫ് ഉണ്ടാവും. NCA വിജ്ഞാപനത്തിനൊന്നും അത്രയും കട്ട് ഓഫ് ഉണ്ടാവത്തില്ല. ബൈ ട്രാൻസ്ഫറുകാർക്കും NCAക്കാർക്കും ഒന്നും ആ റേഞ്ചിൽ പോലും വരാൻ സാധ്യതയില്ല. ഒരു 36 to 42-നിടയ്ക്ക് എന്തുണ്ടാവും? കട്ട് ഓഫ് ഉണ്ടാവും. ഓക്കെ, അതാണ് നമ്മുടെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ സംവദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പൾസ് ആ ഒരു റേഞ്ചിൽ, ആ ഒരു 36 to 42 റേഞ്ചിൽ എന്തുണ്ടാവുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഇവർക്ക് മെയിൻസിന് ആളെ വേണ്ടേ, മെയിൻസ് പരീക്ഷ എഴുതാൻ ആള് വേണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കടമ്പ കൂടി കടന്നിട്ട് വേണം പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ വലിയ ലെവലിലോട്ട് പോകാനൊരു സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് എന്നാണ് നമ്മുടെ അധ്യാപകരോട് സംവദിക്കുമ്പോഴായാലും നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോഴായാലും ഒക്കെ പറയുന്ന. അവരുടെ ആ രീതി അനുസരിച്ച്, അവർ പഠിച്ച രീതിയും അവർ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാസ്റ്റർ കീ അക്കാദമിയുടെ നമ്മുടെ ബാച്ചുകളിലൊക്കെ പഠിച്ച് 50-ലധികം നേടിയ ഒട്ടനവധി ആളുകളുണ്ട്, ഒട്ടനവധി ഉദ്യോഗാർത്ഥികളുണ്ട്, 50-ലധികം സ്കോർ ചെയ്തവര്. അപ്പോൾ അവർ ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ്, ആ രീതിയിൽ നന്നായിട്ട് എഫർട്ട് എടുത്തിട്ട് പഠിച്ച കുട്ടികളാണ്. അപ്പം എനിക്ക് ഒരുപാട് പേരുടെ പേരെടുത്ത് പറയാൻ കഴിയും, പക്ഷെ ഒരാളും മിസ്സായി പോരുത്. അതുകൊണ്ടാണ് ആരുടെയും പേരെടുത്ത് പറയാത്തത്. ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ 50-ലധികം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു 36 to 42-നിടയ്ക്ക് കട്ട് ഓഫ് എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം,
ഒരു 45 ദിവസത്തിനുള്ളിൽ, മാക്സിമം 45 ദിവസത്തിനുള്ളിൽ എന്തുണ്ടാവും, റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രിലിംസിന്റെ റിസൾട്ട് വരും. പക്ഷെ ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 1.5 മാസത്തിനുള്ളിൽ മിക്കവാറും മെയിൻസ് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 1.5 മാസം നമ്മളെ മുമ്പിൽ എക്സാമിന്റെ പ്രിലിംസിന്റെ റിസൾട്ട് വരും വരെയുള്ള ആ ഒരു 40 ദിവസം അല്ലെങ്കിൽ 45 ദിവസം നമുക്ക് കളയാനില്ല. നിങ്ങൾക്കറിയാം, ഇത്തവണ തന്നെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിച്ചു, ഒരാൾക്കും സമയം തികഞ്ഞില്ല, സമയം കിട്ടിയില്ല. പലരും നമ്മളോട് നേരിട്ട് വിളിച്ചു പറഞ്ഞ് ഈ 1.5 മണിക്കൂർ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ട ആളുകളെ കൊണ്ട് ഈ പരീക്ഷ 1.5 മണിക്കൂർ കൊണ്ട് ഒന്ന് എഴുതിപ്പിക്കണം എന്ന് വരെ പറഞ്ഞു. അപ്പോ വളരെ ഒരു തമാശയായിട്ടാണ് നമ്മൾ എല്ലാം എടുത്തത്. പക്ഷെ സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സമയം കിട്ടിയില്ല. നമുക്കറിയാം, നമ്മൾ 40 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇംഗ്ലീഷിലാണ് 40 ക്വസ്റ്റ്യനും, മാത്സിന്റെ 40 ക്വസ്റ്റ്യനും ഇംഗ്ലീഷിലാണ്. ആ 40 എണ്ണം വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ തന്നെ അത്യാവശ്യം 1/2 മണിക്കൂർ സമയം എടുക്കും. അത് ആരുടെയും കുറ്റമല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സമയപ്രശ്നം ഉണ്ടായിരുന്നു, സമയം തികഞ്ഞില്ല ഒരു കോമൺ പരാതി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു റേഞ്ചിൽ മാർക്ക് വാങ്ങിയ ആളുകൾ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക കേട്ടോ. മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. നമുക്ക് അത്യാവശ്യം ആളുകളെ മെയിൻസിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു റേഞ്ചിൽ, ഞാൻ ഈ പറഞ്ഞ ആ ഒരു റേഞ്ചിലുള്ളവർ, ആ റേഞ്ച് തൊട്ടൊക്കെ ഉള്ള ആളുകൾക്ക് മെയിൻസിന് വേണ്ടി പഠിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് NCA നോട്ടിഫിക്കേഷൻസ്, NCA വിശ്വകർമ്മ ആയാലും NCA മുസ്ലിം ആയാലും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്രയും പോലും വരത്തില്ല, ആ ഒരു കട്ട് ഓഫിന് അടുത്ത് പോലും വരത്തില്ല. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻസിന് വേണ്ടി സമയം കളയാതെ പഠിച്ചു തുടങ്ങാൻ പറ്റും. അപ്പോ മെയിൻസിന്റെ ക്ലാസ്സുകൾ മാസ്റ്റർ കീ അക്കാഡമി ഉടൻ ആരംഭിക്കുകയാണ്. മെയിൻസിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമുക്ക് ഒട്ടും സമയം കളയാനില്ല. നമുക്ക് പ്രിലിംസിന്റെ റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ മെയിൻസിന്റെ ഡേറ്റും വരും. അപ്പൊ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒന്നര മാസം, അത് ഒരു 45-50 ദിവസം നമുക്ക് ടൈം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഏരിയകൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമുക്കൊരു 20 മൊഡ്യൂൾ ഉണ്ട്. ഈ 20 മൊഡ്യൂൾ ഏതാ? മാത്സിൽ എലമെന്ററി ബുക്ക് കീപ്പിംഗിൽ 10 മൊഡ്യൂള്, മാത്സിന്റെ 20 മൊഡ്യൂളിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ 20 മൊഡ്യൂളിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. പഠിച്ചെങ്കിലേ നമുക്ക് മെയിൻസിലെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം ഏതൊക്കെ മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന ചോദ്യങ്ങൾ വരുമെന്നുള്ളത്. കൃത്യമായിട്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു നമ്മൾ പഠിച്ചു എങ്കിൽ പോലും മെയിൻസിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ലെവൽ മാറുകയാണ്. ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ ഒരു പരീക്ഷയിൽ ഒരു ഉത്തരം എഴുതുമ്പോൾ നമുക്ക് ക്വിക്കലി ആൻസറിലോട്ട് പോകാമായിരുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ. പക്ഷെ ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരു ആൻസർ എങ്ങനെ കിട്ടി, ആ ഒരു വഴി കൃത്യമായിട്ട് എഴുതി മുന്നോട്ട് പോയെങ്കിൽ നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ നമുക്കറിയാം. ആ ഒരു മേഖലയിൽ നിന്ന് കൃത്യമായിട്ട് മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കും ആ ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം പരീക്ഷയ്ക്ക് ഒരു സമയപരിമിതി ഒരു പ്രശ്നമാണ്. ആ ഒരു സമയപരിമിതിക്കുള്ളിൽ മാക്സിമം നമ്മൾ ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുടെ ആ ഒരു കട്ട് ഓഫിന് അപ്പുറത്ത് മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു വെല്ലുവിളിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇത്തവണ നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കി പോയതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇനി വരുന്നത് അങ്ങനല്ല. ഇനി കൃത്യമായിട്ട് പ്രോബ്ലംസ് ഏരിയ, നമ്മുടെ P&L അക്കൗണ്ട് ആയാലും ട്രേഡിംഗ് അക്കൗണ്ട് ആയാലും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും ഇതെല്ലാം കൃത്യമായിട്ട് അതിന്റെ പ്രോബ്ലംസ് ഏരിയ കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എലമെന്ററി ബുക്ക് കീപ്പിംഗിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഇൻ കൊമേഴ്സ് എന്ന മേഖല, അതിൽ നിന്ന് കഴിഞ്ഞ തവണയും ചോദ്യങ്ങൾ വന്നതാണ്. അപ്പൊ ആ ഒരു മേഖലകളൊക്കെ കൃത്യമായിട്ട് അതിന്റെയൊക്കെ പ്രോബ്ലം ഏരിയാസ് കൃത്യമായിട്ട് കവർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യകത നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തോ ചെയ്യാനുള്ളത്, നമുക്ക് സമയം കളയാനില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രൈമറി ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. സമയം കളയാനില്ല. നിങ്ങൾ വർക്ക് ചെയ്ത ആളുകൾ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഉള്ളൂ. 2 രീതിയിൽ ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ഇനി വരുന്ന പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് ആണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ട് പരിചയമുള്ള ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിലടക്കം കൃത്യമായിട്ട് ആ ഒരു ഫിഗർ പോലും മാറാതെ ചോദിച്ച ചോദ്യങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മെയിൻസിന്റെ ബാച്ച് ഉടൻ ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ മെയിൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മാസ്റ്റർ കീയുടെ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമുക്ക് ആപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് പഠനം ആരംഭിക്കാനും പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു
ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുടെ മെയിൻസിലേക്ക് കടക്കുമ്പോൾ വരുന്ന കുറെ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെബിനാർ സെക്ഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഇൻബോക്സിലും മാസ്റ്റർ കെ അക്കാഡമിയുടെ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വെബിനാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് ബാച്ചുകളിൽ മെയിൻസ് പ്ലസ് ഇന്റർവ്യൂ ബാച്ചാണ് ഇനി വരുന്നത്. ഏറ്റവും ചെറിയ ഫീസിലാണ് ഉന്നത നിലവാരമുള്ള പരിശീലനമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. ഓക്കെ, ഞങ്ങളുടെ ക്ലാസ്സുകൾ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ക്ലാസ്സുകളൊക്കെ ഈ യൂട്യൂബ് ചാനൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ ആ ക്ലാസ്സുകളോട് ഒന്ന് കാണുക, മെഗാ മാരത്തോൺ ഒന്ന് കാണുക. ഓക്കെ, അപ്പോ മെയിൻസ് പരീക്ഷയ്ക്ക് സമയം കളയണ്ട. ഈ ഒരു ഈ ഒരു റേഞ്ചിലൊക്കെ സ്കോർ ചെയ്ത ഒരു പഠനം ആരംഭിക്കുക, കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്റ്റഡി സ്ട്രാറ്റജികളും സ്റ്റഡി പ്ലാനുകളും ഒക്കെ ആയി മാസ്റ്റർ കെ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, താങ്ക് യു.